നിലവിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അനുസരിച്ച് രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 14,500 NGOs ആണ്. ഈ NGOസിൽ ക്രൈസ്തവ സഭാ വിഭാഗങ്ങളുടേതുണ്ട്, സമാനമായ തരത്തിൽ ഹിന്ദു വിഭാഗങ്ങളുടേതുണ്ട്, അതോടൊപ്പം ഇസ്ലാം വിഭാഗങ്ങളുടേതുണ്ട്. ഈ പലതരത്തിലുള്ള മതസംഘടനകളും അതല്ലാതെ സന്നദ്ധ സംഘടനകളും ഈ നിയമം അനുസരിച്ച് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഏതാണ്ട് 18,000 മുതൽ 22,000 കോടി രൂപയുടെ സംഭാവനകൾ വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് ഔദ്യോഗിക രേഖകൾ അനുസരിച്ച് എത്തുന്നുണ്ട് എന്നാണ് കണക്കുകൾ. നിലവിൽ ക്രൈസ്തവ സഭകൾ പങ്കുവെക്കുന്ന ആശങ്ക കഴിഞ്ഞ 200 വർഷത്തിലധികമായി വിദേശ സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ട് പൈതൃക സ്വത്തായി ഇപ്പോൾ സംരക്ഷിക്കപ്പെടുന്ന പല ദേവാലയങ്ങൾ, അതിന്റെ അനുബന്ധ സ്വത്തുക്കൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ, കാശ്മീർ മുതൽ ഇങ്ങോട്ട് കന്യാകുമാരി വരെ നോക്കുമ്പോൾ പല ഭാഗങ്ങളിൽ പൈതൃക സ്വത്തായി കണക്കാക്കുന്ന അമൂല്യ ശേഖരങ്ങൾ അടക്കം ക്രൈസ്തവ സഭകൾ വിദേശ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പല നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കം ഇപ്പോഴുമുണ്ട്. അതൊക്കെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിലവിലെ വ്യവസ്ഥകൾ അനുസരിച്ച് ഈ വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്നതിനും ചെലവഴിക്കുന്നതിനും കൊണ്ടുവന്നിട്ടുള്ള പുതിയ നിബന്ധനകൾ അത് ഈ സംഘടനകളുടെ പ്രവർത്തനത്തെ, ക്രൈസ്തവ സഭകളുടെ മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങളെയൊക്കെ പ്രതികൂലമായി ബാധിക്കും എന്നൊരു ആശങ്കയാണ് സഭകൾക്കുള്ളത്. അവിടെ ഒരു സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. അതായത് ക്രൈസ്തവ സഭകളെ ബോധപൂർവം വരുതിയിൽ നിർത്തുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ഒരു വളരെ പൊളിറ്റിക്കൽ അജണ്ടയുള്ള, പൊളിറ്റിക്കലി മോട്ടീവായിട്ടുള്ള ഒരു നീക്കമാണ് ഈ FCRA നിയമ ഭേദഗതിയിലൂടെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ആശങ്ക. അതോടൊപ്പം അവർ എടുത്തു പറയുന്ന കാര്യം ഈ ദേവാലയങ്ങളുടെ റിനോവേഷനും അതോടൊപ്പം വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ അച്ചടിക്കും ഉൾപ്പെടെ ഏതാണ്ട് 105 കാര്യങ്ങൾക്ക് മാത്രമേ വിദേശത്ത് നിന്ന് സ്വീകരിക്കുന്ന സംഭാവന ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. മാത്രവുമല്ല, ഈ സ്വീകരിക്കുന്ന സംഭാവന ഉപയോഗിച്ച് എന്ത് തരത്തിലുള്ള പ്രവർത്തനമാണ് രാജ്യത്ത് നടത്തുന്നത് എന്ന കാര്യം മുൻകൂട്ടി കേന്ദ്ര സർക്കാരിനെ അറിയിക്കണം. ഇതടക്കം കർശനമായ ചില ഉപാധികൾ ഈ FCRA നിയമ ഭേദഗതികളുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇത്തരം നിയന്ത്രണങ്ങൾ വരുന്നതിനൊപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ 2 വർഷത്തിനിടെ 10 ലക്ഷം രൂപയെങ്കിലും കുറഞ്ഞത് ചെലവഴിച്ചിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ FCRA ലൈസൻസ് നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആ ലൈസൻസ് റദ്ദ് ചെയ്യപ്പെടും. ലൈസൻസ് റദ്ദ് ചെയ്യപ്പെട്ടാൽ വിദേശ സംഭാവന ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിനുണ്ട് എന്നതാണ് ഏറ്റവും വലിയ ആശങ്കയായി ക്രൈസ്തവ സഭകൾ മുമ്പോട്ട് വെക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമായ ഒരു നടപടിയായി മാറും. അത് കൃത്യമായ ക്രൈസ്തവ സഭകൾക്ക് നേരെയുള്ള ഒരു കടന്നുകയറ്റമാണ്, അല്ലെങ്കിൽ അവരുടെ ഭരണഘടനാപരമായ ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് മേലുള്ള ഒരു ലംഘനമാണ് നടക്കുന്നത്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. അതിൽ കടുത്ത വിയോജിപ്പുണ്ട് എന്നതാണ് ക്രൈസ്തവ സഭകളുടെ ആശങ്ക. എന്തായാലും നിലവിൽ FCRA നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ കക്ഷികളടക്കം ക്രൈസ്തവ സഭകളുടെ ആശങ്കകൾ പങ്കുവച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രി അടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം കത്തയച്ചിട്ടുണ്ട്. KC വേണുഗോപാൽ MPയും സമാനമായ തരത്തിൽ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞ ദിവസം കത്തയക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ ഞായറാഴ്ച ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളിലും പ്രാർത്ഥനാ യജ്ഞം നടത്താനാണ് ആഹ്വാനം. അതോടൊപ്പം ഡൽഹിയിൽ കാത്തലിക് ബിഷപ്പ് കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ അടിയന്തരമായ ഒരു യോഗം ചേരുമെന്ന സൂചനകൾ കൂടി പുറത്തുവരുന്നുണ്ട്. പക്ഷേ ഭരണപക്ഷം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ആശങ്കകൾക്ക് നൽകുന്ന മറുപടി ക്രൈസ്തവ സഭകൾ മുമ്പോട്ട് വെക്കുന്ന ന്യായമായ എല്ലാ ആശങ്കകൾക്കും പരിഹാരം കാണും, തെറ്റ് ചെയ്യാത്തവർ പേടിക്കേണ്ടതില്ല എന്നാണ്. പക്ഷേ അത് പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ, അതിന്റെ ഉദ്ദേശശുദ്ധി പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ ക്രൈസ്തവ സഭകൾക്ക് കഴിയുന്നില്ല നിലവിലെ സാഹചര്യത്തിൽ എന്നതാണ് സഭകൾ മുമ്പോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആശങ്ക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.